സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഹരിനാമ കീർത്തന പഠനം നമുക്ക് പുനരാരംഭിക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശ്ലോകം 31 മുതലാണ്. ഇതുവരെ കണ്ടത് അജാമിളൻ്റെ കഥ ഗജേന്ദ്രമോക്ഷം നമ്മൾ കണ്ടിരുന്നു. അതിന് മുമ്പ് പറഞ്ഞത് ബ്രഹ്മാവിൻ്റെ കഥ പറഞ്ഞിരുന്നു. പിന്നെ ഔദുംബരത്തിൻ്റെയും മശകത്തിൻ്റെയും കഥ നമ്മൾ കണ്ടു. ഈ ഓരോ ഭാഗവത്തിലെയും ഓരോ ഭാഗങ്ങൾ എടുത്തെടുത്ത് അത് ഓർമ്മ വരുന്നതനുസരിച്ച് എഴുത്തച്ഛൻ പറയുക, എനിക്ക് അവരുടെ ഗതി വരുത്തരുതേ, എനിക്ക് ദുഃഖമുണ്ടാക്കി തരരുതേ, എന്നെ മായയിൽപ്പെടുത്താതെ അങ്ങ് തന്നെ സംരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കണ്ടത്. അടുത്ത പ്രാർത്ഥന എന്തെന്ന് നോക്കാം. ഹഡ്വാങ്കനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി. ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ, ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഹഡ്വാങ്കനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി. ഒട്ടല്ല നിൻ കളികളെപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. ഹഡ്വാങ്കനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി. ഒട്ടല്ല നിൻ കളികളെപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. ഹഡ്വാങ്കൻ എന്ന ധരണീശൻ, അതായത് ഹഡ്വാങ്കൻ എന്ന രാജാവിന്, ധരണീശൻ എന്ന് വെച്ചാൽ രാജാവിൻ്റെ പര്യായമായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാൺക, കാണുക, ഒരു മുഹൂർത്തേന, അല്പസമയം കൊണ്ട്. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു അല്പസമയം. നീ ഗതി കൊടുപ്പാനുമെന്തു വിധി. നിൻ തിരുവടി മോക്ഷഗതി നൽകിയതിന് എന്തു വിധി, എന്ത് ന്യായമാണുള്ളത്. ഒട്ടല്ല നിൻ കളികൾ, അതായത് കുറച്ചൊന്നുമല്ല നിൻ്റെ ലീലകൾ. ഇപ്പോലെ, ഇതുപോലെ, തങ്ങളിൽ വിരുദ്ധങ്ങളായവർ, പരസ്പരം വിരുദ്ധമായ ഒരുപാട് ലീലകൾ. അതായത് ഹഡ്വാങ്കൻ എന്ന രാജാവിന് ഒരു മുഹൂർത്തമേ എടുത്തുള്ളൂ, ഒരു നിമിഷം കൊണ്ട് മോക്ഷം കൊടുത്തു. പക്ഷെ അജാമിളന് എന്ത് സംഭവിച്ചു അല്ലേ? 1000 വർഷം കാത്തിരിക്കേണ്ടതായി വന്നു. അപ്പോൾ ഇതെന്ത് വിധിയാണ്, എന്ത് ന്യായമാണ് ഇതിലുള്ളത് എന്ന് പറയുകയാണ് അല്ലേ. പിന്നെ തൊട്ടു മുമ്പ് പറഞ്ഞ ഈ അഗസ്ത്യ മഹർഷി ശപിച്ച ഇന്ദ്രദുപ്നൻ്റെ കഥയും അദ്ദേഹത്തിനും കാത്തിരിക്കേണ്ടതായി വന്നല്ലോ കാലങ്ങളോളം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രദുപ്നനും അദ്ദേഹം പരമഭക്തനും നിരപരാധിയുമായിരുന്നിട്ടും അല്ലേ വളരെ കാലം കൊണ്ട് മോക്ഷം കിട്ടിയുള്ളൂ. ഹഡ്വാങ്കൻ അത് ഒരു മുഹൂർത്തം കൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിന് മോക്ഷം നൽകി. അപ്പോൾ ഒരാൾക്ക് ബഹുസഹസ്ര വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്, കഷ്ടപ്പാട്, മറ്റൊരാൾക്ക് ഒരു മുഹൂർത്തം കൊണ്ട് മോക്ഷം. ആലോചിക്കുമ്പോൾ അല്ലയോ ഭഗവാനെ,
ഭഗവാന്റെ ലീലകൾ പരസ്പര വിരുദ്ധങ്ങളായി തോന്നുന്നുമുണ്ട്. പക്ഷെ എനിക്കും തോന്നുന്നു, മറ്റുള്ളവർക്കും അത് തോന്നാം. അപ്പോൾ ഇങ്ങനെ ഭഗവാനെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തരുത്. അതിന് ഓരോ കാരണങ്ങളുണ്ട്. അതാണ് ഇനി പറയുന്നത്. ഭാഗവതം നവമസ്കന്ധത്തിൽ ഖഡ്വാംഗൻ്റെ കഥ പറയുന്നുണ്ട്. സൂര്യവംശ രാജാവായ ഖഡ്വാംഗൻ ദേവന്മാരുടെ അപേക്ഷ സ്വീകരിച്ച് ദേവലോകത്ത് ചെന്ന് അസുരന്മാരെ നിഗ്രഹിച്ചു. ദേവന്മാർ സന്തോഷിച്ചു നൽകിയ വരങ്ങൾ അദ്ദേഹം സ്വീകരിച്ചില്ല. തനിക്കിനി 2 നാഴിക ജീവിതമേ ഉള്ളൂ എന്ന് ദേവന്മാരിൽ നിന്നറിഞ്ഞ ഖഡ്വാംഗൻ ഭൂമിയിലേക്ക് മടങ്ങി രാജ്യകാര്യങ്ങൾ അനന്തരാവാസികളെ ഏൽപ്പിച്ച് മനസ്സടക്കി ബ്രഹ്മധ്യാനം ചെയ്ത് മുക്തി നേടി എന്നാണ് പറയുന്നത്. ഈ അല്പമാത്രമായ കാലം കൊണ്ട് ഖഡ്വാംഗൻ മുക്തി നേടിയത് ഇന്ദ്രരുപ്നൻ ബഹുകാലം കൊണ്ടാണ് അത് സാധിച്ചത്. നമുക്ക് ഇത് പരസ്പര വിരുദ്ധമായി തോന്നാം. 6 മാസം കൊണ്ട് ധ്രുവന് ഭഗവത് ദർശനം ലഭിച്ചു. 7 ദിവസം കൊണ്ട് പരീക്ഷത്തിന് മോക്ഷം നൽകി. പിങ്കള എന്ന സ്ത്രീക്ക് പകുതി രാത്രി കൊണ്ട് മോക്ഷം ലഭിച്ചു. ഓരോരുത്തരുടെയും പൂർവജന്മാർജിതമായ സംസ്കാരവും വാസനയും ഉപാസനയിലെ ശ്രദ്ധയും തീവ്രതയും അനുസരിച്ചാണ് കാലത്തിൻ്റെ ആ ആരാധനാ രീതികളിൽ കാണപ്പെടുന്ന വ്യത്യാസം. ഓരോ വ്യക്തിയുടെയും നാം അറിയുന്ന ജീവിതം ബഹുജന്മങ്ങൾ നീണ്ടുപോകുന്ന ചരിത്രത്തിൻ്റെ അല്പമായ അംശം മാത്രമാണ്. നമ്മുടെ യുക്തിക്കും വിചാരവും കൊണ്ട് ഇതിനെ അളക്കാൻ സാധിക്കില്ല. നമുക്ക് അഭിപ്രായം പറയുവാനും സാധിക്കില്ല. അത് പ്രശസ്തവുമല്ല. ഈ പ്രപഞ്ച നിയാമകനായ പരമാത്മാവിൻ്റെ ഭഗവത് ചിഹ്നയായ മാനം കൊണ്ടുള്ള അളവ് പാത്രമേ നമുക്ക് നമ്മൾ അത് മാത്രമാണ്. നമ്മളുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ ഇത് സാധിക്കില്ല. പുരാണ ഇതിഹാസങ്ങളിലെ കഥകളോ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ കഥകളോ പരിശോധിച്ചാൽ ഒരാൾക്ക് ഐശ്വര്യവും മറ്റൊരാൾക്ക് ദുരിതവും കൊടുക്കുന്നത് എന്തു ന്യായം എന്ന ചോദ്യം അടിക്കടി ചോദിക്കേണ്ടി വരും. ഒട്ടല്ല നിൻകളികളെപ്പോടെ തങ്ങളിൽ വിരുദ്ധങ്ങളായവ. ഇതൊക്കെ അങ്ങയുടെ കളികൾ വിരുദ്ധങ്ങളാണ് അല്ലേ, നമ്മൾ കണ്ടിരുന്നു. ഒട്ടല്ല നിൻകളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമാം എന്നു കൂടെ നമുക്ക് പറയേണ്ടി വരും. ഇത് എന്ത് ന്യായം, ഇത് വിരോധാഭാസമാണല്ലോ എന്ന്. ഭഗവാന് ആരോടും ഒരു പക്ഷാഭേദവും ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയത്തിന് ഭഗവാന്റെ ലീലകൾ അത് ഒരു നിയമമുണ്ട്. കർമ്മബന്ധങ്ങളുടെ പരിഭാഗം ആ നിയമത്തിനനുസരിച്ചാണ്. ആ നിയമങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. നമ്മൾക്കതിൽ ഒരു സ്വാതന്ത്ര്യവുമില്ല. ഭഗവാന്റെ പ്രവൃത്തിയിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം വ്യർത്ഥമാക്കാതെ, അപ്പോൾ നാം 100 വർഷം കാത്തിരിക്കണമെങ്കിൽ അത് എൻ്റെ പൂർവജന്മ പ്രാരബ്ധമായി കണ്ടുകൊണ്ട്, ഒരാൾക്ക് 1 നിമിഷം മതിയെങ്കിൽ അദ്ദേഹത്തിന് അത്രയും പുണ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ പാപം കൂട്ടാതെ, ഭഗവാന്റെ ന്യായവിധിക്ക് തപ്പിപ്പോകാതെ, എൻ്റെ പാപം വീണ്ടും ഞാൻ കൂട്ടാതെ ഭഗവത് ചിന്തനം ചെയ്ത് ഭഗവാന്റെ പ്രീതിക്കായി പ്രവർത്തിക്കുവാൻ അനുഗ്രഹിക്കണം. കാരണം ലോകം മുഴുവൻ ഭഗവാനെ കുറ്റപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത്. ഞാനും ആ കൂട്ടരിൽ ഒരാളായി മാറരുതേ ഭഗവാനെ. ഈ എന്തു ന്യായം വേണമെങ്കിലും ഭഗവാൻ നടത്തിക്കോട്ടെ, എനിക്ക് എൻ്റെ ശ്രദ്ധ അതിലേക്ക് പോകരുതേ നാരായണ. അതിനായിക്കൊണ്ട് നമസ്കാരം. എൻ്റെ ശ്രദ്ധ എപ്പോഴും എന്തിലായിരിക്കണം? ഭഗവാനെ, ഈ ന്യായക്കാരുടെ കൂടെ എന്നെയും പെടുത്തരുതേ. എൻ്റെ ശ്രദ്ധ എപ്പോഴും ഭഗവത് ചിന്തനത്തിലായിരിക്കണേ. അതിനായിക്കൊണ്ട് നമസ്കാരം. ഖഡ്വാംഗനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി. ഒട്ടല്ല നിൻകളികളെപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ,
നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 32-ാമത്തെ ശ്ലോകം. ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. അവ്വാരിതോ ദഹനബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി നാരായണായ നമ. പാരായണം ചെയ്യാം. ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. അവ്വാരിതോ ദഹനബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി നാരായണായ നമം. ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. അവ്വാരിതോ ദഹനബാണം തൊടുത്തു തിളപ്പിപ്പതിന്നു മതി നാരായണായ നമം. ഗർവിച്ചു വന്ന, അഹങ്കരിച്ചു വന്ന ജരാസന്ധനോട്, ജരാസന്ധൻ എന്ന മഗധയിലെ രാജാവിനോട് യുധി, യുദ്ധത്തിൽ, ചൊവ്വോടെ നിൽപ്പതിനു, എതിർത്തു നിൽക്കുവാനായി, എതിർത്തു നിൽക്കുന്നതിന്, പോരാ നിനക്കു ബലം, അങ്ങയ്ക്കു ശക്തി പോരാ. അവ്വാരിതോ ദഹനബാണം, ഈ സമുദ്രത്തിൽ, അവ്വാരിതോ ദഹനബാണം, ആഗ്നേയ അസ്ത്രം തൊടുത്തു, പ്രയോഗിച്ചു, തിളപ്പിപ്പതിന് മതി, തിളപ്പിപ്പതിന് അവിടുത്തേക്കു ശക്തി മതി താനും അല്ലയോ നാരായണ, അങ്ങയ്ക്കെൻ്റെ നമസ്കാരം എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പണ്ട് മഗധ രാജാവായ സന്താനങ്ങൾ ഇല്ലാത്ത ജരാസന്ധൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്താനങ്ങളില്ലാത്തത് കൊണ്ട് ദുഃഖിതനായി ഭൃഗുമുനിയെ അദ്ദേഹം ശരണം പ്രാപിച്ചു. മുനി ദേവനിർമ്മിതമായ ഒരു മാമ്പഴം രാജാവിന് കൊടുത്തു എന്നാണ് കഥ. രാജാവ് എന്തു ചെയ്തു? അത് പത്നിക്ക് കൊടുത്താൽ പുത്രനുണ്ടാകും എന്ന് ഈ ഭൃഗുമുനി അനുഗ്രഹിച്ചതനുസരിച്ച് പത്നിക്കത് കൊടുത്തു. രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നതിനാൽ മാമ്പഴം 2ആയി പകുത്ത് ഭാര്യമാർക്ക് കൊടുത്തു. ഓരോരുത്തരും പകുതി മാത്രമുള്ള ശരീരങ്ങളെ പ്രസവിച്ചു. ആ ശരീരങ്ങളെ രാജാവ് പുറത്തു കളഞ്ഞു. ജര എന്ന പിശാചി ആ ശരീരങ്ങളെ തമ്മിൽ ചേർത്ത് വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 2 കൂടി ചേർന്ന് ശിശു ജീവനുള്ളതായി മാറി. ജര ചേർത്തതുകൊണ്ട് ജരാസന്ധൻ എന്ന് ശിശുവിന് പേരുണ്ടായി എന്നാണ് കഥ പറയുന്നത്. ഈ ജരാസന്ധൻ രാജാവായപ്പോൾ അതിശക്തനും പ്രതാപശാലിയുമായി മാറി. ജരാസന്ധൻ്റെ 2 പുത്രിമാരെയാണ് കംസൻ വിവാഹം ചെയ്തത് അല്ലേ? കംസനെ ശ്രീകൃഷ്ണൻ വധിച്ചതറിഞ്ഞ് കോപിച്ച ജരാസന്ധൻ 23 അക്ഷൗണി പടയുമായി 17 തവണ മധുര ആക്രമിച്ചു എന്നാണ് ഭാഗവത പുരാണത്തിൽ പറയുന്ന കഥ. അങ്ങനെ ബലരാമനും ഭഗവാൻ കൃഷ്ണനും ആ സൈന്യത്തെ നശിപ്പിച്ചുവെങ്കിലും ജരാസന്ധനെ വധിക്കാതെ വിട്ടയച്ചു. വീണ്ടും വീണ്ടും ദുഷ്ടരായ രാജാക്കന്മാരുടെ സൈന്യങ്ങളോടൊപ്പം ജരാസന്ധൻ മധുര ആക്രമിക്കുമ്പോൾ ആ ദുഷ്ടന്മാരെ എല്ലാം വധിച്ച് ഭൂഭാരം കുറയ്ക്കുവാൻ സന്ദർഭമുണ്ടാകുമെന്നു കരുതിയാണ് ജരാസന്ധനെ വിട്ടയച്ചത് എന്നാണ് കഥയിൽ പരാമർശിച്ചിരിക്കുന്നത്. 18ാമത് യവനസേനയുടെ സഹായത്തോടെ ജരാസന്ധൻ മധുര വളഞ്ഞു. കൃഷ്ണനും ബലരാമനും ഭയപ്പെട്ട് എന്ന് ഭാവിച്ച് ഓടി പ്രവർഷണ പർവ്വതം എന്നൊരു പർവ്വതമുണ്ടായിരുന്നു, അതിൻ്റെ പുറകിൽ ഒളിച്ചു എന്നാണ് പറയുന്നത്. ജരാസന്ധൻ പർവ്വതത്തിൻ്റെ തേരിട്ട് ഈ ഭഗവാനെയും ബലരാമനെയും
കാണാത്തതുകൊണ്ട് പർവ്വതത്തിന് ചുറ്റും തീ കൊളുത്തി എന്ന് പറയുന്നു. അങ്ങനെ ബലരാമനും ഭഗവാൻ കൃഷ്ണനും പ്രവർഷണ പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും ചാടി ദ്വാരകയിലെത്തി. അതിനു മുമ്പ് തന്നെ മധുരയിലുള്ള എല്ലാവരും ഭഗവാൻ ദ്വാരകയിലേക്ക് മാറ്റിയിരുന്നു എന്ന് പറയും. താരതമ്യേന നിസാരനായ ജരാസന്ധനെ എതിർത്ത് നിൽക്കുവാൻ കഴിവില്ലാതെ ഓടിപ്പോയി ഒളിക്കുകയാണ് ഭഗവാൻ ചെയ്തതെന്നും പറയും. ഭഗവാന്റെ മറ്റൊരു ലീല ആചാര്യൻ സൂചിപ്പിക്കുന്നു എന്ന് രാമായണത്തിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് വാനരസേനയുമായി സമുദ്രതീരത്തെത്തിയ ഭഗവാൻ രാമൻ ലങ്കയിലേക്ക് കടക്കാൻ വഴി തരണമെന്ന് വരുണനോട് അഭ്യർത്ഥിച്ചു. സമുദ്രതീരത്തിൽ ദർഭ വിരിച്ചു ഭക്തിയോടെ 3 അഹോരാത്രം ലോകനാഥനായ ഭഗവാൻ രാമൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചിട്ടും വരുണ ഭഗവാൻ പ്രസാദിച്ചില്ല. ക്രുദ്ധനായ ശ്രീരാമൻ ലക്ഷ്മണനിൽ നിന്നും വെല്ലുവാങ്ങി കുലച്ചു. എൻ്റെ പൂർവികന്മാർ വളർത്തതുകൊണ്ട് സമുദ്രത്തിനു സാഗരം എന്ന പേരുണ്ടായി. അതിനെ ഞാനിപ്പോൾ ഇല്ലാതാക്കുന്നുണ്ട്. കപികൾ വെള്ളമില്ലാത്ത പ്രദേശത്തു കൂടി നടന്നു ലങ്കയിലെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വില്ലിൽ അമ്പു തൊടുത്തു. അപ്പോൾ ഭയപ്പെട്ട വരുണൻ പ്രത്യക്ഷനായി ശ്രീരാമദേവനെ സ്തുതിച്ച് പ്രസാദിപ്പിച്ചിട്ട് സേതു നിർമ്മിക്കുവാൻ അനുവാദം കൊടുത്തു എന്നും രാമായണത്തിൽ കഥയുണ്ട്. താരതമ്യേന നിസാരനായ ജരാസന്ധനെ ഭയന്ന മട്ടിൽ ഓടിയ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അയക്കാതെ തൊടുക്കുക മാത്രം ചെയ്ത അസ്ത്രം കൊണ്ട് സമുദ്രത്തെ വറ്റിക്കാൻ ഉരുമ്പെട്ടത്. ഭഗവാന്റെ നിയോഗപ്രകാരം ജരാസന്ധനെ വധിച്ചത് ഭീമനാണ്. പിന്നീട് 2 തവണ ബലരാമൻ ജരാസന്ധനെ കൊല്ലാൻ തുടങ്ങിയപ്പോഴും ഭഗവാൻ കൃഷ്ണൻ അത് തടഞ്ഞു. ഭഗവാന്റെ ലീലകൾ വ്യാഖ്യാനിക്കാൻ തുനിയുന്നതിൽ അർത്ഥമില്ല. ആ ലീലകൾക്ക് പിന്നിൽ ലോകസംഗ്രഹം എന്ന ലക്ഷ്യമുണ്ട്. ഓരോ വ്യക്തിയുടെയും കർമ്മവും വിധിയും നമുക്ക് അറിയുകയില്ല. അത് ഭഗവാന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ ഭീമനാണ് ജരാസന്ധനെ കൊല്ലുവാനുള്ള വിധിയുള്ളത്. ആ വിധിയിലേക്ക് എത്തുന്നത് വരെ ഭഗവാൻ ഓടി ഒളിക്കുക, അല്ലെങ്കിൽ ജരാസന്ധനെ രക്ഷിക്കുക ഇത്യാദി പല പല ലീലകളുമാടി. അതുപോലെ വരുണനെയും അല്ലേ, ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ് വരുണനും. എങ്കിലും ഭഗവാൻ എന്ത് ചെയ്തു? ആ വരുണൻ്റെ ഗർവത്തെയും അവിടെ അടക്കുവാനായി പല ലീലകളുമാണ്. അപ്പോൾ കൃഷ്ണാവതാരമായിക്കോട്ടെ രാമാവതാരമായിക്കോട്ടെ ഭഗവാൻ ഏതു ലീലയുമാടും. കാരണം ഭഗവാനോടൊപ്പം വിശ്വമോഹിനിയായ മായയും കൂടെയുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ ലീലകൾ നമ്മളാൽ അളക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ എന്നെ ഈ ലീലയിൽ ഉൾപ്പെടുത്തരുതേ, മായയിൽ പെടുത്താതെ എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ എഴുത്തച്ഛൻ ചെയ്യുന്നത്. നമ്മൾക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം, നമ്മളെ ഭഗവാന്റെ മായയിൽ പെടുത്തരുതേ എന്ന്. കാരണം മായയിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷ നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്നെ ജരാസന്ധനെ പോലെയോ മറ്റു അസുരന്മാരെ പോലെയോ അഹങ്കാരിയാക്കരുത്. ഭഗവാനെ അറിഞ്ഞ് ജീവിക്കുവാനുള്ള ഒരു ഭയഭക്തി എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥന നമുക്കും നടത്താം. എഴുത്തച്ഛനോടൊപ്പം നമുക്ക് ഈ 2 ശ്ലോകവും ഒരുമിച്ചൊന്ന് പാരായണം ചെയ്യാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമം. ഹഡ്വാങ്കനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനുമെന്തു വിധിയും ഒട്ടല്ല നിൻകളികളെപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമം. ഗർവിച്ചു വന്നൊരു ജരാസന്ധനോട് യുധി
ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. അവ്വാരിതോ ദഹന ബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമം. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമം. ബാക്കി ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും സാദര പ്രണാമം. നമസ്തേ. ഹരി ഓം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.